ഇതാണ് എൻ്റെ ലൈസൻസ്. എൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ലൈസൻസ് ഇങ്ങനെയാണ് ശരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പുറത്തെ രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ പുറത്തെ സ്ഥലങ്ങളിലെയൊക്കെ ലൈസൻസിൻ്റെ ഒരു ക്വാളിറ്റി, മിനിമം ക്വാളിറ്റിയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലും സ്മാർട്ട് കാർഡ് വരികയാണ്. എന്തായാലും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും ഇന്നത്തെ വീഡിയോ. പരിവാഹൻ.gov.in എന്നതാണ് സൈറ്റ്. ഓൺലൈൻ സർവീസസിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് ഓഫ് DL സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ക്യാപ്ച ടൈപ്പ് ചെയ്യുക. പ്രൊസീഡ് ചെയ്യുക. ഈ പേജിൽ ഒരു കൺഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട്. അവിടെ യെസ് കൊടുക്കുക. കാറ്റഗറി ചൂസ് ചെയ്തതിന് ശേഷം പിൻകോഡ് ടൈപ്പ് ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ പിൻകോഡ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാനുവലി നിങ്ങൾക്ക് നിങ്ങളുടെ RTO ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക. ഇവിടെ മെയിൽ ID കൊടുക്കുക. അതിനുശേഷം എംപ്ലോയർ കാറ്റഗറി ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. കൺഫർമേഷൻ കൊടുക്കാം. ഡീറ്റെയിൽസ് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുമ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആവും. അവിടെ റീപ്ലേസ്മെൻറ്റ് ഓഫ് DL ചെക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക. സെൽഫ് ഡിക്ലറേഷൻ ഫോം സെലക്ട് ചെയ്യുക. ഇതിൽ സെക്കൻഡ് വൺ മാത്രമാണ് യെസ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ബാക്കിയെല്ലാം നോ കൊടുക്കുമ്പോഴാണ് ശരിക്കും നിങ്ങൾ എലിജിബിൾ ആവുന്നത്. വായിച്ചു നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ബാക്കിലേക്ക് പോവുക. ഇവിടെ വീണ്ടും കുറച്ച് ഡിക്ലറേഷൻസ് ടിക്ക് ചെയ്യാനുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഹോമിലേക്ക് തിരിച്ചു പോവുക. അവിടെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് എടുക്കുക. ഈ സമയത്ത് നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടാവും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ക്യാപ്ച ടൈപ്പ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് പുറത്തേക്ക് വന്ന് വീണ്ടും ഇവിടെ ഒരു പ്രൊസീഡ് കൊടുക്കുക. വീണ്ടും ഒരു ഡിക്ലറേഷൻ ചെക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രൂഫ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് ഡോക്യുമെൻറ്റ് നമ്പർ കൊടുക്കുക. ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് കൊടുക്കുക. ഇഷ്യൂ ഡേറ്റ് കൊടുക്കുക. കോൺടാക്ട് നമ്പർ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ലൈസൻസിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജസ് 200 MB താഴെ വരുന്ന ഒരു PDF ആയി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം കൺഫേം കൊടുക്കുക. അവിടെ നിന്ന് റീഡയറക്റ്റായി എത്തുന്ന പേജിൽ വീണ്ടും ഒന്ന് ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത് പേയ്മെൻ്റ് ആണ്. അതിനായി പ്രൊസീഡ് ചെയ്യുക. കേരള ട്രഷറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച ടൈപ്പ് ചെയ്തതിന് ശേഷം പേ നൗ കൊടുക്കുക. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ഏത് പേയ്മെൻറ്റ് മെത്തേഡാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ചെയ്യുന്നത് UPI ആണ്. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ UPI ID അവിടെ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ UPI ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ പേയ്മെൻറ്റ് കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇത്രയധികം സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിലും ചെയ്തു നോക്കുന്നത് നല്ലതാണ്. കാര്യം നമ്മളിപ്പോൾ പുറത്ത് പോയി അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് ശീലിക്കേണ്ട കാര്യങ്ങളാണ്. ഇനിയെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഓൺലൈൻ സേവനങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരും അപ്പോൾ ഇതേപോലെ വീഡിയോ ഒന്നുകൂടി കാണുക, അല്ലെങ്കിൽ വേറെയുള്ള സോഴ്സസ് യൂസ് ചെയ്യുക. അതിനകത്ത് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമുക്കതൊരു പുതിയ അനുഭവമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.